ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. +2 കൊമേഴ്സുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ സബ്ജക്റ്റില് മൊത്തം ടോപ്പിക്കുകളും നമ്മൾ പല പല ക്ലാസ്സുകളായി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് എടുത്തിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പാർട്ണർഷിപ്പിന്റെ ബേസിക് കോൺസെപ്റ്റ്, അതോടൊപ്പം തന്നെ പാർട്ണേഴ്സിന്റെ അക്കൗണ്ട്സുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ നമ്മൾ തിയററ്റിക്കൽ ബേസിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മുമ്പിലേക്ക് തന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. തീർച്ചയായും ഇത് പരീക്ഷയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. പരീക്ഷ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും നിർബന്ധമായും ചോദിക്കുന്നതാണ്. 4 മാർക്കിന് വീതം ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒറ്റ എക്സാമ്പിളിൽ തന്നെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മാത്രവുമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ 2 വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ തുടർച്ചയായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ട് ആ ചോദ്യം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ആനന്ദ് ആൻഡ് കരുൺ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1 ആൻഡ് their capital balance of ₹50,000 and ₹40,000 റെസ്പെക്റ്റീവ്ലി. ഇവിടെ ആനന്ദും കരുൺ എന്ന് പറയുന്ന 2 പാർട്ണേഴ്സ് അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 50,000-വും 40,000-വുമാണ്. ആനന്ദ് ഈസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹4,000 ആൻഡ് കരുൺ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് ₹3,000. ആനന്ദിന് 4,000 രൂപ സാലറിയും കരുണിന് 3,000 രൂപ കമ്മീഷനുമുണ്ട്. സോ ദേ ആർ അലൗഡ് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അവരുടെ ക്യാപിറ്റലിന് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ ആനന്ദ് ആൻഡ് കരുൺ വിഡ്രൂ ₹4,000 and ₹2,500 റെസ്പെക്റ്റീവ്ലി ആൻഡ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ ബീയിങ് ₹80 and ₹50 റെസ്പെക്റ്റീവ്ലി. ഇവിടെ ആ വർഷം 4,000 രൂപയും 2,500 രൂപയും ആനന്ദും കരുണും വിത്ഡ്രാ ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്സ് ഉണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 80-ഉം 50-ഉം രൂപയുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ കേസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ദ ഫേംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോഡ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹18,000 ബിഫോർ ചാർജിംഗ് ദ എബോവ് ഐറ്റംസ്. ഇത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ദ ഫേംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോഡ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹18,000 ബിഫോർ ചാർജിംഗ് ദ എബോവ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് 50,000-വും 40,000-വും ഉണ്ട്. ആനന്ദിന് സാലറി 4,000 ഉണ്ട്. കരുണിന് 3,000 രൂപ കമ്മീഷനുണ്ട്. 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അതോടൊപ്പം തന്നെ അവര് ആ വർഷം 4,000 രൂപയും 2,500 രൂപയും വീതം ആനന്ദും കരുണും വിത്ഡ്രാ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80-ഉം 50-ഉം രൂപയാണ്. കൂടാതെ തന്നെ ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 18,000 രൂപയുണ്ട്. അത് ബിഫോർ ചാർജിംഗ് ദ എബോവ് ഐറ്റം എന്നാണ്. എല്ലാ ഐറ്റവും ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് 18,000 രൂപ. ഇതാണ് നമ്മുടെ കേസ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പ്രോഫിറ്റും കൂടെ വേണം. പക്ഷേ ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. തന്നിരിക്കുന്ന പ്രോഫിറ്റ് 18,000 രൂപ എന്ന് പറയുന്നത് ബിഫോർ ചാർജിംഗ് ദ എബോവ് ഐറ്റം ആണ്. ദാറ്റ് മീൻസ് ഈ കമ്മീഷനും അതുപോലെ തന്നെ സാലറിയും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഒക്കെ ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ്. നമുക്ക് വേണ്ട പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിംഗ് ദ എബോവ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റും ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചാർജ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ പ്രോഫിറ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ഈ 18,000 രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്ന യഥാർത്ഥ പ്രോഫിറ്റ് അല്ലാത്തത് കൊണ്ട് ഈ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് വളരെ കുറെ ഐറ്റംസ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ ഞാൻ ഇവിടെ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഫേമിന്റെ അക്കൗണ്ട് ആണെന്ന് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അപ്പൊ ഫേമിന്റെ അക്കൗണ്ട് ആയതുകൊണ്ട് അതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്.
അപ്പൊ തീർച്ചയായും അതിന്റെ ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യണം, ലോസ് എല്ലാം അല്ലെങ്കിൽ എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം. ഇതാണല്ലോ കേസ്. അപ്പൊ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്ന പ്രോഫിറ്റിൽ നിന്നായതുകൊണ്ട്, പ്രോഫിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 18,000 രൂപയുണ്ട്. അത് അതിനകത്ത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് 18,000 രൂപയുണ്ട്. ഇനി പാർട്ണേഴ്സിന് സാലറി ഉണ്ട്, ഇതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പാർട്ണേഴ്സിന്റെ കമ്മീഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ഈ 4 ഐറ്റംസ് ആണ് അതിനകത്ത് വരേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടും ഡ്രോയിങ്സും ഇതിനകത്ത് വരത്തില്ല, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേ പോകത്തുള്ളൂ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റവന്യൂ ഐറ്റംസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് പാർട്ണേഴ്സിന്റെ സാലറിയാ. ആനന്ദിന് 4,000 രൂപ സാലറി ഉണ്ട്, യഥാർത്ഥത്തിൽ ചെലവാണ്, പേയ്മെന്റ് ചെലവാണ്. അപ്പൊ അത് പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട ഐറ്റം, കുറയ്ക്കേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ആനന്ദിന്റെ സാലറി എഴുതി 4,000 രൂപ. ഇനി കരുണിന് കമ്മീഷൻ 3,000 രൂപയുണ്ട്, അതും പ്രോഫിറ്റ് കുറയേണ്ട ഐറ്റമാണ്, ചെലവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഡെബിറ്റ് ചെയ്യണം. അപ്പൊ കരുൺസിന്റെ കമ്മീഷൻ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി 3,000 രൂപ. അപ്പൊ സാലറിയും 4,000 എഴുതി, കമ്മീഷനും എഴുതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ചെലവാണ്. കാരണം ട്രേഡർക്ക് ബിസിനസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ചെലവാണല്ലോ. അപ്പൊ ചെലവാണ്ട് അതും ഡെബിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് 50,000 രൂപയ്ക്ക് 6% 3,000 രൂപയും 40,000 രൂപയ്ക്ക് 6% 2,400 രൂപയും ചേർത്ത് 5,400 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതി. ഇപ്പൊ നമുക്ക് ചെലവ് 3 ഐറ്റംസ് ആണ്. ഇവിടെ ആനന്ദിന്റെ സാലറി 4,000 രൂപ, അതുപോലെ തന്നെ കരുണിന്റെ കമ്മീഷൻ 3,000 രൂപ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് ആനന്ദിന് 3,000 രൂപ, കരുണിന് 2,400 രൂപ. അങ്ങനെ 5,400 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അപ്പൊ 3 ഐറ്റം ഡെബിറ്റ് ചെയ്തു. ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്ന, ആ വർഷം അവർ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. 4,000 2,500 രൂപയും ഡ്രോയിങ്സ് എടുത്തു, അതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അവരെടുത്തോണ്ട് പോയ ക്യാപിറ്റലിന് ഫേമിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് വരുമാനമാണ്. അതുകൊണ്ട് അത് പ്രോഫിറ്റ് കൂട്ടേണ്ട ഐറ്റമാണ്, ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. അപ്പൊ അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 80ഉം 50ഉം കൂടെ ചേർത്ത് 130 രൂപ നമ്മൾ അവിടെ എഴുതി. അപ്പൊ ഇത് രണ്ടും കൂടെ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് നമ്മൾ അവിടെ എഴുതി. ഇതിന്റെ പ്രോഫിറ്റ് വളരെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അവിടെ എഴുതി. മൊത്തം പ്രോഫിറ്റിന് നമുക്ക് കിട്ടിയത് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിന് 2:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഡിവൈഡ് ചെയ്ത് എഴുതി. അപ്പം ആദ്യത്തെ ആനന്ദിന് 3,820 രൂപയും വന്നു, അടുത്ത കരുണിന് 1,910 രൂപയും വന്നു 2:1 എന്നുള്ള റേഷ്യോയിൽ. അപ്പൊ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയ ആ പ്രോഫിറ്റ് ഉണ്ടല്ലോ 3,820ഉം 1,910, ഇതാണ് യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലാതെ 18,000 രൂപയല്ല. അപ്പൊ ഈ പ്രോഫിറ്റ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതി നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കോളമിനാർ ഫോം ഉപയോഗിക്കാം. ഒന്നുകിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 എമൗണ്ട് കോളം കൊടുത്ത് ഒരേപോലെ തന്നെ നമുക്ക് ഒരു അക്കൗണ്ടിൽ തന്നെ ഇത് രണ്ടും ചെയ്യാം. അതല്ല എങ്കിൽ സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എളുപ്പം ഏതാണോ അത് ഉപയോഗിക്കാം. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ആനന്ദിന്റെയും അതുപോലെ കരുണിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം അപ്പുറത്തും കാണിച്ചു. 2 പേർക്കും കൂടി ചേർത്ത് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്ത, ക്യാപിറ്റൽ ആണല്ലോ തുടങ്ങേണ്ടത്. ഇവർ 50,000 രൂപയും 40,000 രൂപയും ആനന്ദിനും കരുണിനും ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതണം. കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ജേണലിന്റെ ഉപയോഗിച്ച് ബൈ ക്യാഷ് എന്ന് നമ്മൾ എഴുതണം. ഇവിടെ ഇപ്പൊ ഏതാണോ നമുക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എന്ന് എഴുതാം, ബാലൻസ് ആണെങ്കിൽ ബാലൻസ് എഴുതാം. അപ്പൊ 50,000 രൂപ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് 50,000 രൂപ ആനന്ദിനും 40,000 രൂപ കരുണിനും നമ്മൾ എഴുതി. കാരണം ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ലയബിലിറ്റി ആണ്. അതങ്ങനെ എഴുതി വെച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ആനന്ദിന് 4,000 രൂപ സാലറി ഉണ്ട്, കരുണിന് 3,000 രൂപ കമ്മീഷൻ ഉണ്ട്. ഇത് രണ്ടും അവർക്ക് എന്താണ്, അവർക്ക് ബെനിഫിറ്റ് ആണ്, ക്യാപിറ്റലിൽ കൂട്ടേണ്ട ഐറ്റം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ആനന്ദിന് 4,000 രൂപ സാലറിയും എഴുതി, അതുപോലെ തന്നെ കരുണിന് 3,000 രൂപ കമ്മീഷൻ നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്തേക്കുന്ന, അവരുടെ ക്യാപിറ്റലിന് 6% ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ 6% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 50,000 രൂപയ്ക്ക് 3,000 രൂപയും 40,000 രൂപയ്ക്ക് 2,400 രൂപയുമാണ്. അപ്പൊ അതും അവരുടെ ബെനിഫിറ്റ് ആണ്, ക്യാപിറ്റലിൽ കൂടേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് തീർച്ചയായും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് 3,000ഉം 2,400 എഴുതി. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വന്നു, ക്യാഷിന്റെ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നു,
ആനന്ദിന് സാലറി വന്നു, കരുടിന് കമ്മീഷൻ വന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താ സംഭവം എന്ന് പറയുന്നത്, ഡ്രോയിങ്സ് ഉണ്ട്, വിഡ്രാ ചെയ്ത ഐറ്റമാണ്, ക്യാപിറ്റലിൽ കുറയേണ്ട ഐറ്റമാണ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് എഴുതി. ഡ്രോയിങ്സ് എന്ന് പറയുന്ന രണ്ടുപേരുടെയും 4000 2500 അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് എഴുതി. അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 80 50 എഴുതി. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 ഐറ്റമേ ക്യാപിറ്റലിൽ കുറയ്ക്കൂ, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ടുവച്ചേക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കണ്ടുവച്ചേക്കുന്ന പ്രോഫിറ്റിന്റെ ബാലൻസ് ഉണ്ടല്ലോ, റിയൽ പ്രോഫിറ്റ് 3820 1910. ഈ 2 പ്രോഫിറ്റ് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. കാരണം ക്യാപിറ്റലിൽ കൂടേണ്ട ഐറ്റം ആണല്ലോ ഇത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ സാലറി ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്ന ഒരു ഐറ്റം കിട്ടും. ഇതാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് ഇതെല്ലാം ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ചെയ്തു. ഇതൊരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ വളരെ ഈസിയാണ്. ഇവിടെ 2 അക്കൗണ്ടുകൾ വേണം, ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വേണമെന്നേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായും അതിന്റെ ക്യാഷിന്റെ ക്യാപിറ്റലിന്റെ ബാലൻസ് എഴുതും. ബാക്കി എല്ലാ ഐറ്റവും കറണ്ട് അക്കൗണ്ടിൽ എഴുതുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇതിനകത്തുള്ള. അപ്പൊ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് ബിഫോർ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം വന്നിട്ടില്ല എങ്കിൽ റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ ആഫ്റ്റർ ചാർജിങ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം ചാർജ് ചെയ്തതിനു ശേഷമുള്ള യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വേണ്ട. അപ്പൊ സാധാരണ കേസിൽ പരീക്ഷ കണ്ടുവരുന്നത് 4 മാർക്കിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മാത്രം ചോദിക്കാം. അതല്ല എങ്കിൽ പരീക്ഷയ്ക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ചോദിക്കാം. എന്തായാലും ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വളരെ പ്രധാനമായും നമുക്ക് അറിയേണ്ട 2 വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ചെറിയ പ്രോബ്ലം, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ചെറിയൊരു പ്രോബ്ലം. ഇതാണ് നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടത്. ഇപ്പം നമ്മൾ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടതിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ടോപ്പിക് നമുക്ക് ആ ക്യാപിറ്റലുമായി ചേർന്ന് വരുന്നതായതുകൊണ്ട് നമുക്ക് ഇത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് തൊട്ടടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് പ്രയോജനം ചെയ്യും. ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ്.